ശാസ്ത്രദീപ്തി. മരച്ചീനിയുടെ വിശേഷങ്ങൾ അറിയാം. ഭക്ഷ്യയോഗ്യമായ ഒരു കിഴങ്ങാണ് മരച്ചീനി. ഇവയെ തെക്കൻ കേരളത്തിൽ കപ്പ എന്നും വടക്കൻ കേരളത്തിൽ പൂള എന്നും മധ്യ കേരളത്തിൽ പല പ്രദേശങ്ങളിലും കൊള്ളി എന്നുമാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ കസാവ എന്നും പറയുന്നു. മരച്ചീനിയുടെ ജന്മദേശം ബ്രസീലാണ്. അവിടെയാണ് ഏറ്റവുമധികം ഇനം കപ്പകൾ കാണപ്പെടുന്നത്. പോർച്ചുഗീസുകാരുടെ വരവോടെയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിൽ കപ്പ കൃഷി തുടങ്ങിയത്. ഭക്ഷ്യവിഭവമെന്ന രീതിയിൽ മരച്ചീനിയുടെ സാധ്യത മനസ്സിലാക്കിയ വിശാഖം തിരുനാൾ മഹാരാജാവാണ് തിരുവിതാംകൂർ പ്രദേശത്ത് ഇത് ജനകീയമാക്കാൻ മുഖ്യ പരിശ്രമം നടത്തിയത്. കപ്പയിലെ കട്ടാണ് ഭക്ഷ്യവസ്തു എന്ന നിലയിൽ ഇതിൻ്റെ പോരായ്മ. പച്ചക്കപ്പയിൽ ലിനാമറിൻ, ലോട്ടോസ്ട്രാലിൻ എന്നീ 2 ഗ്ലൈക്കോസൈഡുകളുണ്ട്. ഇവയിൽ നിന്ന് ഹൈഡ്രോസൈനിക് ആസിഡ് അല്പാംശമായി ഉണ്ടാകുമ്പോഴാണ് കപ്പയ്ക്ക് കട്ട് അനുഭവപ്പെടുക. തിളപ്പിച്ചൂറ്റിയാൽ ഈ വിഷാംശം ഏറെക്കുറെ ഇല്ലാതാകും. കൃത്രിമ വളം ചേർത്ത് കൃഷി ചെയ്യുന്ന കപ്പയിൽ കട്ടിൻ്റെ അംശം കൂടുതലായി കാണുമെന്നും എന്നാൽ ചാരം വളമായി ഉപയോഗിച്ചാൽ കട്ടിൻ്റെ അംശം കുറവായിരിക്കുമെന്നും പഴമക്കാർ പറയുന്നു. കപ്പയിലുള്ള ലിനാമറേസ് എന്ന എൻസൈം കപ്പയിൽ തന്നെയുള്ള ലിനാമറിൻ, ലോട്ടോസ്ട്രാലിൻ എന്നീ സൈനോജനിക് ഗ്ലൈക്കോസൈഡുകളെ വിഘടിപ്പിക്കുമ്പോഴാണ് ഹൈഡ്രജൻ സയനൈഡ് ഉണ്ടാവുന്നത്. കയ്പില്ലാത്ത 1 കിലോഗ്രാം കപ്പയിൽ 20 മില്ലിഗ്രാം സയനൈഡ് ഉള്ളപ്പോൾ കയ്പുള്ള കപ്പയിൽ 1000 മില്ലിഗ്രാം വരെ സയനൈഡ് കാണാം. വരൾച്ചാക്കാലത്ത് ഈ വിഷാംശങ്ങളുടെ അളവ് ഇപ്പറഞ്ഞതിലും കൂടുതലാവാം. കപ്പയുടെ കൂടെ പ്രോട്ടീൻ അഥവാ മാംസ്യവും കൂടി കൂട്ടിക്കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് കൂടുതൽ നല്ലതെന്ന് പറയപ്പെടുന്നു. പുതിയ കാലത്തെ കപ്പയും മീൻകറിയും കപ്പ ബിരിയാണിയുമൊക്കെ ഉടലെടുത്തത് ഈ ആശയം ഉൾക്കൊണ്ടായിരിക്കാം. ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ. ശാസ്ത്രദീപ്തി.